എന്നിട്ട് ഇവന്മാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഓഫാകും. വലിയ നമുക്ക് മനസ്സിലാവില്ല. ഇവന്മാരവിടെ വന്ന് കയറുമ്പോൾ നമ്മുടെ ക്യാമറ ഓഫാകും. ഇന്നും വേണ്ടി ഇവിടെ ഈ പടിഞ്ഞാറത്ത് ഒരു KL29G122 പറഞ്ഞിട്ട് കഴിക്കാൻ വരുന്നത് അവരിങ്ങോട്ട് വന്ന് കയറിയപ്പോഴാണ് നമ്മുടെ ക്യാമറ ഓഫായത്. ഇന്നലെ അവരുടെ ഫോട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നേരാന്ന് നമുക്ക് ഇപ്പോൾ പരിവാഹം എന്ന് പറഞ്ഞ ആപ്പുണ്ടല്ലോ അതുവഴി ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വണ്ടി നമ്പർ ഉണ്ടല്ലോ, വണ്ടി നമ്പർ മതി ഇതിനെ കണ്ടുപിടിക്കാൻ. അതാ ഇപ്പൊ പരിവാഹനത്തിന് നമ്മുടെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് അന്നേരം ഓൺലൈൻ ബിസിയോ ഏതാണ്ട് കാണിച്ചിട്ട് നമ്മളെ ഇതാക്കുക. ജഗമ പരിവാഹനത്തിൽ കയറിയാൽ മതി. നല്ലൊരു അറിയുന്നവരെ കൈകൊണ്ട് കൊടുത്താൽ അവരുടനെ നോക്കി തരുമല്ലോ പേരുമാറുക. ഇല്ലയോ? അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഇവന്മാരെല്ലാം വന്ന് നമ്മുടെ എന്തോ ഇവന്മാരില്ല ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. കണ്ടൂർക്കാരന്റെ കേട്ടോ. എങ്ങനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാറുണ്ട് മാമ? അല്ല ഇവന്മാർ അങ്ങനെ ചെയ്യത്തില്ലേ. ഇത് ഇവന്മാർ വലിയ സേഫ്റ്റി കൂടെ ചെയ്യുന്നത്. ഇവന്മാർ പാസ്വേഡ് ഇതാക്കിയാൽ ഇവന്മാർ ഹാക്ക് ചെയ്തെന്നാവുമല്ലോ. ഇവന്മാരായി പല പല പരിപാടികളുണ്ട്. ഇവന്മാർ അങ്ങനെ ഹാക്ക് ചെയ്തല്ല വരുന്നത്. അങ്ങനെ ഹാക്ക് ചെയ്തല്ല ചെയ്യുന്നത്. ഇവന്മാർ വേറെ പലതും ഉണ്ട്. ഇവന്മാരുടെ കയ്യിൽ വേറെ പരിപാടി എന്തൊക്കെയാണ്. നമ്മുടെ കയ്യിൽ അതെല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ ഡൽഹിയിൽ വെച്ച് നമ്മുടെ വൈഫൈ ഉണ്ടല്ലോ വൈഫൈ എന്നും ഓഫ് ചെയ്ത് എന്നും ഇവന്മാർ ഇതാക്കുമായിരുന്നു. അങ്ങനെ പല എല്ലാത്തിനും നമ്മൾ തെളിവുണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാല്ലേ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇവന്മാർ നമ്മുടെ വൈഫൈ ഓൺ ആക്കുന്നതും എല്ലാം നമ്മൾ അന്നേരം റെക്കോർഡ് ചെയ്ത് നമ്മുടെ സേവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അവിടെ ഞങ്ങൾ ഡൽഹി താമസത്തിന് ഞാൻ പറഞ്ഞല്ലോ മാമ ഇവിടുന്ന് പോയി. ഇതുപോലെ തന്നെ അവനെ കാണിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന ആൾക്കാർ നിൽക്കുക, ആണുങ്ങൾ വന്ന് നിൽക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഇവന്മാർ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന്മാര് നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാമന്റെ വീടിന്റെ മുന്നിൽ മണിക്കൂറുകൾ മാമനല്ലേ നിൽക്കുന്നുള്ളൂ. അല്ലാതെ വല്ലവരും വന്ന് നിൽക്കുമോ? നിന്നാ നമ്മൾ ചോദിക്കത്തില്ലേ നീ ഏതാണ് നിന്നാ വരെ നിൽക്കുന്നത് ചോദിക്കത്തില്ലേ? ചോദിക്കുമോ മാമനാ ചോദിക്കത്തില്ലേ മാമന്റെ വീടിന്റെ മുന്നിൽ നിന്നാൽ? ചോദിക്കേ. അതുപോലെ നമ്മുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ ഇവന്മാർക്ക് എന്തോ വരുത്തിച്ചെന്ന് വെച്ചാൽ ഇവളുടെ കൂടെയാണ് ഞാൻ, ഇവളുടെ ആളാണ് ഞാൻ എന്ന് വരുത്തുക. മനസ്സിലായോ? അല്ലല്ല ഇതാ ഉദ്ദേശം. എന്നിട്ട് പിന്നെ അതെന്തെങ്കിലും ഉണ്ട്. ദിവസവും ഒരാൾ വന്ന് നിൽക്കുക, ദിവസവും കൊച്ചിനെ കൊണ്ട് നടക്കുക, നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ ഇറക്കി നിർത്താതിരിക്കുക. അങ്ങനെ പലതും നമ്മൾ ഒരു ദിവസത്തെ ഇതുകൊണ്ടല്ല ഇത് പറയുന്നത്. വർഷങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? ഈ കുട്ടച്ചാരെന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റിന്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കുമായിരുന്നു. അതെല്ലാം നമ്മുടെ കിടപ്പുണ്ട്. ഈ കുട്ടം വന്ന് നിൽക്കുന്നതും എല്ലാം ഇതുപോലെ കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലേക്ക് അവിടെ വന്ന് നിന്ന് നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ അടുത്തോട്ട് വന്ന് നിൽക്കുക. അങ്ങനെ പല വേലകൾ നടത്തുന്നത് എൻ്റെ ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഒരു മോളെയും കൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ അവൻ അന്വേഷിച്ചു ഇവന്റെ ഒരു കൊച്ചുമോളുണ്ട്. എന്തോ കൊച്ചുമോളെയും കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാനിങ്ങനെ കയറി വരുമ്പോൾ കൊച്ചുമോൾ എൻ്റെ അടുക്കലോട്ട് വരുന്ന പോലെ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ വീട്ടുമായിട്ട് രണ്ട് വലിയ ബന്ധമാണ്, അവരുടെ ആരാണ്ടാണെന്നൊക്കെ വെരിഫിക്സ് ചെയ്ത് പോവാം കേട്ടോ. പിന്നെ പല പരിപാടികളുണ്ട്. പിന്നെ മാമൻ കേട്ടില്ലയോ ഈ സോമരാജൻ പറയുന്നത് ഇവള് സിജി എന്ന് പറയുന്ന ഈ ആ സുബ്രഹ്മണ്യന്റെ മോനെ ഞാൻ ഭർത്താവാക്കി വെച്ചോണ്ടിരുന്നൊക്കെ പറയുന്നത് മാമൻ കേട്ടായിരുന്നു. നമ്മുടെ ഇത് പാർവതി കേട്ടതാണ് കേട്ടോ. പാർവതിയോട് ചോദിച്ചാൽ മതി, പാർവതി കേട്ടതാ. അവരെല്ലാം കേട്ടതാ. അവരൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണല്ലോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. ഇവനെ എന്തുവാ അതെങ്ങനെയാണെന്നറിയോ? അന്ന്
ഈ 2019-20 ഇവൻ ഇതുവഴി പാതിരാത്രി 1 മണിക്ക് ഇവന് വലിയ അസുഖമാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അസുഖമുള്ള ഒരുത്തനെ പാതിരാത്രിക്ക് 1 മണിക്ക് 2 മണിക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുള്ളൂ? ഞാൻ ചോദിക്കുക. ആ ആ അതാ ആ ഇത് കേൾക്കാം നമ്മളേലുണ്ടത്. ഇവൻ മാമ ഇങ്ങനെ ഇവനിങ്ങനെ നടന്നിട്ട് നമ്മുടെ ആ ഗേറ്റ് കഴിഞ്ഞ് പടിഞ്ഞാട്ട് ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് ഇവൻ തിരിച്ച് അതുപോലെ പോകും തിരിച്ച്. കേട്ടോ മാമ. അന്നേരം നമ്മുടെ ക്യാമറയിൽ ഇതെടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇവൻ നേരം അവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്, അല്ലാതെ നമ്മുടെ വീട്ടിൽ വരുമല്ല. എന്നിട്ട് ഈ സുബ്രഹ്മണ്യൻ എന്ന് ഉറക്കെ ചോദിക്കുന്നത്, നീ ആരുടെ അടുത്താണ് ഓൺലൈനിൽ ഇരിക്കുന്നത്? നീ ഏത് പെണ്ണുങ്ങളോടാ ഓൺലൈനിൽ ഇരിക്കുന്നത്? ഏത് പെണ്ണുങ്ങളോടാ? ദിവസം ഉറക്കെ ചോദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്റെ കൂടെ എന്നെയാണ് ഇവൻ എന്തോ വാട്സപ്പോ ഏതാണ്ടൊക്കെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ വരുത്തി തീർക്കുന്നത്. മനസ്സിലായോ? ഉറക്കെയാ ചോദിക്കുന്നത്. പിന്നെ നീ ഏത് പെണ്ണുങ്ങളെ വടക്കേത്താടാ പോന്നെ? ഇതെല്ലാം ഉറക്കെ അന്ന് ചോദിക്കുന്നതാ. അന്ന് ചീത്ത വിളിക്കുന്നത് വൈകുന്നേരം എന്റെ കയ്യിലുണ്ട്. ഈ ചുമ്മാ പറയുന്നതല്ല, എന്റെ കയ്യിലുണ്ട് അന്ന്. അപ്പൊ ഞാൻ ഇതെല്ലാം ഫേസ്ബുക്കിൽ ഇവന്റേത് എല്ലാം ഇരുന്നോ. നിന്റെ ഒരു ഫേസ്ബുക്കും മറ്റേതും മാമ, ഈ ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ടാ നമ്മളെ കൊല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇവന്മാർ എന്നെ തട്ടാനിരുന്നതാ കേട്ടോ. ഇവിടെ ഒരു ഗൂഢസംഘമുണ്ട്. എന്റെ വസ്തുവൊക്കെ ഞാൻ ആർക്കാണ്ടൊക്കെ അങ്ങ് വെച്ച് ഏതാണ്ടൊക്കെ പൈസ എടുക്കുന്നൊക്കെ വരുത്തി ഇവന്മാര്. ഇപ്പൊ ഉണ്ടല്ലോ ആ ചെറുക്കനെ വകവരുത്തിയത് കണ്ടില്ലേ, നിതിൻ രാജിനെ? അതേ സെയിം സംഭവം വരുത്താൻ ഇരുന്നതായിരിക്കുന്നേ. ഇപ്പൊ ആ ചെറുക്കനെ ഇപ്പൊ പറയുന്നത് സാറുമാറൊന്നും അല്ല, അവന്മാര് കൊന്നേച്ച് ഇട്ടതാ. സാറുമാരുടെ കുഴപ്പമൊന്നും അല്ല. എന്തുവാ ലോൺ ആപ്പിന്റെ പ്രശ്നമൊന്നും വരുത്താൻ നോക്കുമല്ലയോ? ആണോ അല്ലയോ? ആണേ ആണോ കണ്ടേ? ആ സാറുമാരെ കുറിച്ച് ആ കോളേജ് ഫുള്ള് പറയുന്നുണ്ട്. ഇപ്പൊ ഒരുത്തൻ ഇന്ന് യൂട്യൂബിനകത്ത് പറഞ്ഞ് ഇടിമുറിയൊക്കെ ഉണ്ടെന്ന് ഈ സ്വാശ്രയ കോളേജിലൊക്കെ. ഇവിടെയൊന്നും പിള്ളേരെ വിടുകയും ചെയ്യുമെന്ന് ആൾക്കാർ പറയുന്നത് ഇപ്പൊ. കേട്ടോ മാമ? അതുപോലെ ഇവന്മാർക്ക് ഈ ഓലകെട്ടി മാമൻ അറിയാത്ത ഒരു മാഫിയ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ഒന്നാം തരം മാഫിയ ഇവിടെ ഉള്ളത്. മാമ സന്ധ്യൊന്നും കഴിഞ്ഞൊന്നും എങ്ങും പോകരുത് സ്കൂളിലെങ്കിലും. ഇവന്മാര് എന്തെന്നറിയാം? അവനറിയാം ബാലഭാസ്കറിന്റെ കേസൊക്കെ അറിയാമോ? അവനെ കൊന്നതല്ലയോ ഇത് കൊടുത്തേക്ക്? മാമ ആ സെയിം ഇത് തന്നെ ഇവൻ ഈ സിജി എന്ന് പറയുന്നവരോട് ചെയ്ത. അവനെ ചുമ്മാ മയക്കിയിട്ടേക്ക് അവിടെ കൊണ്ടിട്ട് കോടികൾ തട്ടിയതാ. അതുപോലെ തന്നെ ഇവിടെ കുറെ മരണങ്ങളുണ്ടല്ലോ ഈ വണ്ടി രാത്രി. അതുപോലെ തന്നെ ഇവിടെ കുറെ മരണങ്ങളുണ്ടല്ലോ ഈ വണ്ടി രാത്രി നടക്കുന്ന മിക്ക വണ്ടി ആക്സിഡന്റും വരും പലതരം. എല്ലാത്തിനെയും വകവരുത്തി നല്ല ഇൻഷുറൻസ് അടിക്കുന്നതാ ഇവരിതെല്ലാം. ആണേ അമ്മ. അതുകൊണ്ട് ഈ പിള്ളേരെയൊക്കെ പഠിക്കാൻ വരുന്ന സ്കൂളും പിള്ളേരൊക്കെ ഒരു 10 കഴിയുമ്പോഴത്തേനൊക്കെ വിടുന്ന സ്കൂളിലൊക്കെ നമ്മളുടെ നല്ലതായിട്ട് ഇതാക്കി വേണം വിടാൻ. നമ്മളെന്നും അന്വേഷിക്കണം സ്കൂളിലെ കാര്യങ്ങളും കോളേജിലെ കാര്യങ്ങളും ഒക്കെ. വലിയൊരു മാഫി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അമ്മ. എന്ന് വെച്ചാൽ ഓർഗൻ മാഫിയും എല്ലാം ഉണ്ട്. നമ്മുടെ അവയവം ഉണ്ടല്ലോ, അവയവം. ഇതൊക്കെ ഇവിടെ ഇപ്പൊ ഭയങ്കര വ്യാപകമാണ്. ഇലന്തൂര് നടന്ന കേസ് മാമൻ അറിയോ? ഇലന്തൂര് നടന്ന കേസ് ഏതാ ഇയാൾ പറയും ഇലന്തൂരേ മാമ. അവന്മാരെ തിന്നതാണോ പറയുന്നേ? അകത്തുള്ള സാധനങ്ങളൊക്കെ ആന്തരിക അവയവങ്ങളൊക്കെ തിന്നതാണ് അവ. മാമൻ അറിയത്തില്ലയോ? അത് തിന്നെന്നാ പറയുന്നത്. മാമ കേട്ടില്ലേ ഇത്? പക്ഷെ തിന്നാൻ അവന്മാരുടെ കൂടെ ഒരു എന്തുവാ നമ്മുടെ ഒരു സർജൻ ഉണ്ട്. നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുന്ന സർജൻ ഉണ്ടല്ലോ. സർജന്റെ കൂടെ ഹെൽപ്പറായിട്ട് നിന്ന് ഒരുത്തനാ ഇവന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തിനാ ഈ സർജന്റെ കൂടെ ഈ ഓർഗൻസ് ഒക്കെ നല്ലതായിട്ട് ഇങ്ങനെ എന്താ കേടുപാടൊന്നും കൂടാതെ എടുക്കാൻ അറിയുന്നവനാ ഇവൻ. ഇവനെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാം? ഓർഗൻസ് ഒക്കെ ഇങ്ങനെ നല്ല കേടുപാട് ഒന്നും കൂടാതെ എടുത്ത് ലേശോറിലൂടെ വിൽപ്പനയായിരുന്നു അവരുടെ ജോലി. മനസ്സിലായോ? അങ്ങനെ ആ 3 തട്ടി 4 തട്ടിയിട്ട് അവസാനം ഡെഡ് ബോഡി എടുത്തപ്പോ ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഇല്ല. അപ്പൊ അവരോട് പറയാം തിന്നതാണെന്ന്. കേട്ടോ? ഇതൊന്നും അവൻ അറിയത്തില്ലയോ? യൂട്യൂബിനകത്തുണ്ട്. തിന്നതാണെന്നാ പറയുന്നത്. തിന്നത് പിന്നെ അത്ര പൊട്ടറല്ലയോ? ഇവന്മാരടുത്ത് കൊടുത്തിട്ട് പറയണം തിന്നടാന്ന്. അതാ വേണ്ടത്. ഇച്ചിരി പാത്തൊക്കെ കൊടുത്തിട്ട് വേണം തിന്നടാന്ന് പറയണം. അവന്മാര് തിന്നോ ഇല്ലയോ അന്നേരം അറിയാം. മാമ ഇതുപോലെ ഈയിടയ്ക്ക് നമ്മുടെ ഡൽഹിയിലുണ്ടല്ലോ, ബീഹാറിലോ UP-യിലോ എവിടെയോ, ബീഹാറാന്ന് തോന്നുന്നു, ഒരുത്തൻ പ്രീ-ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, +2. അവന് 30 പേരുടെ കിഡ്നിയാ എടുത്തത്.